പെണ്ണെ നിനക്കായി ഞാൻ ഇന്നും കൊതിച്ചിരുന്നു. നില്ലടി നില്ലടി കോയിലേ നീ ചല്ലടി ചല്ലടി മയിലേ. ഈ ആൽബം സോങ്സ് ഇപ്പം ആക്ച്വലി ഇപ്പം അക്സെപ്റ്റൻസ് വരുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ആൽബം മേഖലയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിൽ സുന്ദരമായി ജീവിക്കുന്നു എന്നുള്ളൊരു അഭിമാനാർഹമായ ഒരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടുള്ളത്. നിന്റതല്ലേ നമ്മളെന്നും ഒന്നല്ലടി, നമുക്കൊരു മനമല്ലയോ പെണ്ണേ, നീ എൻ്റെ സ്വന്തമല്ലയോ. ഏത് മേഖലയിൽ പോലെ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ അടുത്ത ജന്മത്തിലും എനിക്ക് ഇങ്ങനൊരു ചെറിയ മേഖലയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് ആൾക്കാരുടെ നടുക്ക് അങ്ങനെ ഒരാളായിട്ട് നിന്നാൽ മതി. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും. ഇപ്പൊ നമ്മള് സലീംക്കയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് സലീംക്ക് ഷാഫിക്കായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊരു പാവം കലാകാരനാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് ഉള്ള കുറച്ച് എണ്ണം പറഞ്ഞ കൂട്ടുകാരുടെ കൂട്ടത്തിൽ, അനുജന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. എൻ്റെ വലിയ ആരാധകനാണെന്ന് എല്ലായിടത്തും പറയുന്ന ആളാണ്. പാടിയ പാട്ടുകൾ മനോഹരം, പാടാപ്പാട്ടുകൾ സുധാമയം, ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ ഇന്നും കൂടെ വാ, ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും കൂടെ വാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പക്ഷെ നമ്മൾ ശരിക്കും ഇങ്ങനെ റിയൽ ലൈഫിൽ ഈ എന്താ പറയുക ലൈം ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ആൾക്കാരുടെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, സാധാരണ മനുഷ്യന്മാരാണ്. അവരുടെ ഇതിപ്പം പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖല എന്റർടൈൻമെന്റ് മേഖലയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകളെ നമ്മളെ മനസ്സിൽ നമ്മൾ അവർക്ക് ഒരു ചിത്രം കൊടുക്കുകയാണ്. കുറേ അവിടെ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഒരു പരിചയമില്ലാതെ നമ്മൾ കുറച്ചു നേരം നേരിട്ട് മിണ്ടി പറഞ്ഞിട്ടുള്ളൊരു അനുഭവം പോലും ഇല്ലാതെ നമ്മൾ ചാർത്തി കൊടുക്കുകയാണ് അവർക്ക്. എന്താണോ നമ്മളെ തോന്നലിൻ്റെ അകത്തുള്ളത്, അതിൽ ഇത്തിരി അസൂയയും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പുള്ളി നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കൈവീശിയല്ലാതെ നമ്മളെ പ്രത്യേകം പരിഗണിച്ചില്ല, നമ്മളാ പരിഗണന പ്രതീക്ഷിച്ചിരുന്നു എന്നിരിക്കെ പരിഗണിച്ചില്ല എന്ന് വെച്ചോ. അപ്പോൾ ആ അസൂയപ്പുറത്തൊക്കെ ഉണ്ടാവുന്ന പഴിചാരലുകളാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനിയിപ്പം ഒരാളിനെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു മേഖലയിലും ആരും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അത് പ്രബോധകരായി, പ്രവാചകന്മാരായി, അവധൂതന്മാരായി എല്ലാവരും അംഗീകരിക്കപ്പെട്ട കലാകാരന്മാരോ രാഷ്ട്രീയക്കാരോ ആരുമില്ല. കാരണം ഒരു വിഭാഗം എനിമികൾ എപ്പോഴും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഇയാൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ശത്രുത അല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ചില മനുഷ്യന്മാരുടെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്ന ഒരു സാധനം തന്നെക്കാളും മറ്റുള്ളവർ സാധിക്കുന്നു, ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത്. ശ്രദ്ധിക്കപ്പെടൽ പ്രത്യേകിച്ചും. കാരണം ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ഒരു കല്യാണ വീട്ടിൽ ഒരാൾ, അയാളുടെ അയൽപക്കത്ത് കല്യാണമുണ്ട്. അപ്പോൾ അയാൾ എല്ലാ സഹായത്തിനും അവിടെ ഉണ്ടായി. എല്ലാ ദിവസവും ഒരാഴ്ചത്തോളം അയാൾ എല്ലാ പണിക്കും അവിടെ എല്ലാം ഉണ്ടാവും. അപ്പം അയാൾക്ക് കിട്ടാത്തൊരു പരിഗണന 5 മിനിറ്റ് വെറുതെ ഗസ്റ്റായിട്ട് കയറി പോകുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടുമ്പോൾ ഇയാൾ മറ്റാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാര്യങ്ങളാണ്. പറയും അവനൊക്കെ നിങ്ങൾക്ക് അറിയാനിട്ടാണ് വെറുതെ നിങ്ങൾ പോയി കൂടെ ഫോട്ടോ എടുക്കുക, നിങ്ങൾക്ക് അവൻ്റെ സ്വഭാവം അറിയില്ല. അത് പുള്ളി ഈ പ്രസവിച്ചത് മുതൽ എടുത്ത് പോറ്റി വളർത്തിയ പോലത്തെ കുറേ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഈ സാധുക്കള് ചിലര് അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കും. പലരും പരാജയപ്പെടുന്ന അങ്ങനെയാണ്. നമ്മൾ വേറൊരുത്തിനെ കുറിച്ച് മോശം അഭിപ്രായം നമ്മൾ മറ്റൊരാളെടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അവൻ വിവരമുള്ളവനാണെങ്കിൽ അവൻ ഇവനെ അളക്കുക. ആ കേൾക്കുന്ന ആരെക്കുറിച്ച് പറയുന്ന ആ വ്യക്തിനെ കുറിച്ചല്ല, പറയപ്പെടുന്ന ആളില്ലേ, പറയുന്ന ആള്, അവന്റെ മനസ്സിന്റെ ആ ദോഷമാണ് ഇവർക്ക് ശരിക്കും, ആ നെഗറ്റിവിറ്റിയാണ് അവർ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിൽ നിന്നാണ് ആളുകൾ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ വെറുക്കുന്നത്. അതായത് അവരെക്കാളും പരിഗണന പല സ്ഥലത്തും കിട്ടുന്നു എന്നുള്ളിടത്തിൽ ഇവർക്ക് വലിയ ഈർഷ്യുണ്ടാവും. അതൊന്നും മാറാനൊന്നും പോകുന്നില്ല. അവരും കൂടെ ചേർന്നിട്ടാണ് ആർട്ടിസ്റ്റുകൾ വളരുന്നത്. കാരണം അവരുടെ വീട്ടിൽ, നാട്ടിൽ, സ്വന്തത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ തീർത്തു കൊടുക്കേണ്ടതുണ്ടാവും. ഒരുപാട് പേരുടെ
പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടാവും. അതിലൊന്നും ഇടപെടാതെ എവിടെയോ കിടക്കുന്ന, നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യാതിരിക്കുക, അതെ, അയാളുടെ പാട്ട് കേൾക്കാതിരിക്കുക, സിനിമ കാണാതിരിക്കുക, അങ്ങനെ അങ്ങ് നടന്നു പോയാൽ മതി. ഇത് അധ്വാനിച്ച പൈസ കൊടുത്തിട്ട് അയാളുടെ സിനിമക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് മരമണ്ടന്മാർ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ അവിടെ സ്ക്രീനിന് കൂവി വിളിച്ചിട്ട് അയാൾ അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സ്ക്രീനിന് കൂവി വിളിച്ചിട്ട് ഇയാൾക്ക് വല്ല കോട്ടം സംഭവിച്ചു, ഈ ആരെ പൈസയും സമയം പോയെന്ന് നോക്കിയേ, വെറുക്കുന്നു എന്ന് പറയുന്നവൻ ഇത് കാണാം. അപ്പം ഇത്തരത്തിലുള്ള അസൂയാലുക്കൾ പിന്നെ കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായ സമയങ്ങളാണ് നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നവൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ വെറുക്കുന്നവനാക്കി നമ്മളെ കുറിച്ച് അവിടെ ഇവിടെയും സംസാരിക്കുന്നു. അറിഞ്ഞില്ലേ മറ്റവൻ ഇങ്ങനെ ചെയ്തു, അപ്പം നമ്മളെ അറിയാത്തവൻ വരെ അതാരാ ആള്, അതിങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ശരിക്കും മാർക്കറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ഫോളോവേഴ്സിന് ഉണ്ടാക്കി തരുന്നതും ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇപ്പം തുടക്കകാലത്തിലാണെങ്കിലും ഇപ്പം ഏതൊരു വ്യക്തിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പം എത്ര നല്ലത് ചെയ്താലും നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും, മോശം പറയുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം മെയിനായിട്ട് കമൻസ് ആണ്. കമൻസിൽ ഇങ്ങനെ ചീത്ത പറയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്ക് എടുത്തിട്ട് റിയാക്ട് ചെയ്യുക, അതായത് നമ്മളൊരു നെഗറ്റീവ് എന്ന നിലയിൽ റിയാക്ട് ചെയ്യുക, അങ്ങനെ കുറെ ഒരു റിയാക്ഷൻ ഒക്കെയാണ് ഇപ്പൊ മനസുഖം അതാണല്ലോ അവർക്കുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാ ഷാഫിക്ക് അതിനോട് റിയാക്ട്? ഞാന് ശ്രദ്ധിക്കാതെ വിടുന്ന ഇപ്പോ അല്ല, ഞാൻ നോക്കും, ഈ മാന്യമായിട്ട് നമ്മളെ തിരുത്താൻ ഓഡിയൻസിന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ നിലനിർത്തുന്നവർ അവരായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞത് ശരിയായില്ല. ഇതൊക്കെ മാന്യമായ തിരുത്തലുകളും വിമർശനങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളാണ്. എന്നാൽ തന്തക്ക് തള്ളക്കും വിളിച്ചുകൊണ്ടും പച്ച തെറി പറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന അവരെ ശരിക്ക് ഞാൻ ഇടപെടും. ഞാൻ പറയും, നിനക്ക് ഉണ്ടായ ഈ സംശയങ്ങൾ തീർക്കാൻ ഒന്ന് നമ്പർ തരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. വേറെ ഒന്നിനുമല്ല, വിളിച്ച് തെറി പറയാനൊന്നല്ല, നേരിട്ട് ഇതേപോലെ ഇരുന്നിട്ട് സംസാരിക്കട്ടെ. അതല്ലേ ആണത്തം. ഇത് വല്ല ഫേക്ക് ഐ ഡി നിന്നും വന്നിട്ട് കാടാന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരെ പരമാവധി ഞാൻ ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഇതേപോലെ ഈ എന്താ പറയണ്ടേ, ചിന്തിക്കാണ്ട് കുറേ കാര്യങ്ങൾ മനസ്സാവാച നമ്മൾ അറിയാൻ കേൾക്കുകയില്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് എഴുതി കൂട്ടുന്നവരോട് അതിൻ്റെ സത്യാവസ്ഥ അതല്ല ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് കമൻറ്റിന് മറുപടികൾ കൊടുക്കാറുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയത്തിൽ ഞാൻ മനുഷ്യന്മാർ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള സംഭവം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒരു പാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജീവിതവേദിയിലെല്ലാവരും താരങ്ങൾ, വെറും താരങ്ങൾ, ഈ കൗതുകവേദിയിലെമ്പാടും കോലങ്ങൾ, പല കോലങ്ങൾ, ആരാണിവിടെ സ്വരൂപങ്ങൾ, ഏതാണോ സന്മാർഗങ്ങൾ, എന്തിനുമേതിനും വാദങ്ങൾ, എല്ലാമേ മറിമായങ്ങൾ, ദൈവീകതയുടെ മറവിൽ പോലും ദ്രോഹങ്ങൾ, പല ദ്രോഹങ്ങൾ, ദേവാലയമോ ലാഭം കൊയ്യും വേഷങ്ങൾ, പൊയ് വേഷങ്ങൾ എന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അതിൻ്റെ ചരണത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ. കൂടി വാഴും നേരമാരും ഉള്ളിനുള്ളം അറിയില്ല, കൂടൊഴിഞ്ഞ് മാഞ്ഞ കാലം ഉരുകിയൊന്നും ഫലമില്ല, ഉറ്റവർക്കായിന്നുടനീളം ഉരുകിയൊടുങ്ങും തിരിനാളം. പിന്നെ താണു തന്നാൽ തോൽവിയല്ല, തൂണു പോയാൽ നിലയില്ല, വാണകാലം തണല് തന്നോൻ വീണു പോയാൽ വിലയില്ല. എന്നിട്ടാണ് ഉറ്റവർക്കായിന്നുടനീളം ഉരുകിയൊടുങ്ങും തിരിനാളം, പണമേവൻ മേധാവിത്വം, പിണമായി തീർന്നു മനുഷ്യത്വം, പഴമകളെന്നു തിരിച്ചെത്തും. അവിടെയാണ് വൈറ്റപ്പ് ചെയ്യുന്ന പാട്ട്. അതിനകത്തുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ വരുമ്പം എഴുതുന്ന കാര്യങ്ങളാണ്. ശരി, അന്ന് തുണ തന്ന ആള് വീണ് കഴിയുമ്പോ വിലയില്ല, വാണകാലം തണല് തന്നവൻ വീണു പോയാൽ വിലയില്ല. ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് സംരക്ഷകനായിരുന്ന, പ്രത്യേകിച്ച് അത് അനുഭവിച്ചിട്ടുണ്ടാകുന്ന പ്രവാസികളായിരിക്കും അധികവും.
നമ്മൾ ഒരുപാട് വാർത്തകൾ ഞാൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്. എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് ഈ സാധു രോഗങ്ങളും പിന്നെ മുടിയില്ലാത്ത തലയൊക്കെ ആയിട്ട് നാട്ടിൽ വന്ന് ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ നോക്കുമ്പോൾ അയാൾ അധ്വാനിച്ചതിൽ നിന്നൊന്നും പങ്കുപറ്റാനുള്ള ഭാഗ്യമില്ല. അയാളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി റോഡിലേക്ക് ഇറക്കി, അല്ലെങ്കിൽ വീണ്ടും പ്രവാസ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്ത് പോയി വയസ്സാങ്കാലത്തും അധ്വാനിക്കേണ്ട ഗതികേട് എനിക്ക് നേരനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഒക്കെ വലിയ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നശിച്ചേ പോവും സത്യത്തിൽ. അത് അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾ മുഴുവൻ ഉള്ളിൽ ഒതുക്കി വേറൊരു രാജ്യത്ത് പോയി ഓരോ ശ്വാസവും ഓരോ നരകമായി ജീവിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ സഹിച്ചിട്ട് സ്വന്തക്കാരിൽ നിന്നൊക്കെ ഇത്തരം ദുരനുഭവം ഉണ്ടാകുന്നതിനുള്ള വേദന വളരെ വലുതാണ്. ഞാൻ വേറൊരു കാര്യം, ഈ ഇൻ്റർവ്യൂവറെ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ മസ്താനി എന്നുള്ള പേര് ഒറിജിനൽ അത് തന്നെയാണോ, അല്ലെ പിന്നീട് ആരെങ്കിലും വിളിച്ചതോ? അല്ലല്ല, മസ്താനി എന്നുള്ള പേര് ഒറിജിനൽ അല്ല. ഓക്കെ, അല്ല മസ്താനി എന്നുള്ള പേരിൽ ഞാൻ എനിക്ക് ഒരു സൂഫി പാട്ടുകൾ ഞാൻ എഴുതാറുണ്ട്. അപ്പം സിയാഉൽ ഹക്ക് പാടിയൊരു പാട്ടുണ്ട്, ഇഷ്കിനാലെ മുറിഞ്ഞ കൽബൊരു മസ്ത് മസ്താനി, അഷ്കുതിർന്നിരുമിഴികളോ പൊന്നൂറ് നൂറാനി, നിത്യവും മനഭിത്തിയിൽ നടമാടി ദീവാനി, മുത്തുപോലകച്ചിപ്പിൽ പെരുകുന്നു റൂഹാനി, ദീവാനി ദീവാനി മസ്താനി മസ്താനി പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ഇതാണ് പക്ക സൂഫിയാന കലാമാണ്. ഒരു സൂഫിസം ഡിവോട്ടിയാണ്, സൂഫി ഫോളോവറാണ്, അതിന്റെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അത് പഠിച്ചാൽ തീരാത്ത ഒരു സാധനം. ഇപ്പോഴും ഇനി എപ്പോഴും പഠിക്കണം, ഇനി എന്തെല്ലാം പഠിക്കാനുണ്ട്. സൂഫിസം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, അല്ലെ എന്തിന്, ഹു ഐ ആം ഐ, അതാണ് സൂഫിസം. നമ്മളെന്താണ് ഇപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനിച്ച് ഇപ്പം ഉദാഹരണത്തിന് പറയാം, ഇന്നത്തെ പോലെയല്ല, പണ്ടത്തെ മെഡിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ നിരത്തി കുറേ കുഞ്ഞുങ്ങളുണ്ടാവും. ആരെങ്കിലും ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള സ്ത്രീ പ്രസവിച്ചിട്ട് കിട്ടുന്നത് ഒരു ഹിന്ദു കുടുംബത്തിലുള്ള ആളെ കയ്യിലാണെങ്കിൽ അവൻ വളരുന്ന ചുറ്റുപാടിന് അവർ വല്ല ആ തലത്തിലുള്ള പേരും ഇട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ആള് എന്താണ്, ആരാണെന്ന്, നമ്മളാരാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളെ ദൗത്യം എന്താണെന്നുള്ളത് അത് ശരിക്കും അനുഭവ പാഠമാക്കി പ്രാക്ടിക്കൽ നോളജായിട്ട് അനുഭവിപ്പിച്ചായിരുന്നു. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരാൾ തേൻ മധുരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മധുരമുള്ളത്? ഇനിയിപ്പം ഇത് കാണിച്ചു തന്ന ഒരാള് തേൻ നല്ല മധുരമുണ്ട്, ആ ബോട്ടിലിനകത്ത് കണ്ടിട്ട് നമുക്ക് എന്താ കാര്യം? അല്ലെങ്കിൽ ഒരാൾ കഴിച്ചിട്ട് അയാളുടെ അനുഭവം പറഞ്ഞു കേട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ തേൻ എന്താണെന്ന് കണ്ടെത്തണം, അതൊന്ന് തൊട്ട് നാവുമ്മൽ വെച്ച് ഒരു തുള്ളിയെങ്കിലും ആസ്വദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ അനുഭവജ്ഞാനമാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും ഉണ്ടാവേണ്ടത്. അല്ലാതെ തേടുന്നവർ തേടിക്കോളൂ കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയാം, ശരിക്ക് ദൈവികത അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളി പരിപാടി തസൂഫ് തന്നെയാണ്, സൂഫിസം തന്നെയാണ്. അത് അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത. അയ്യുഹന്നാസ്ന്ന് പിന്നെ പടച്ചോൻ വിളിച്ച പോലെ ജനങ്ങളെയും നമുക്കും കാണാൻ പറ്റും. അല്ലാതെ മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ വിഭാഗീയത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കുറേ സംസാരിച്ചു, ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. നമ്മുടെ നില്ലടി നില്ലടി കുയിലയിലെ ഒരു നോട്ടം കൊണ്ടെൻ്റെ മനസ്സ്, നിസാർ വടകര എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. ഒരു നോട്ടം കൊണ്ടെൻ്റെ മനസ്സിൽ ഒളി അമ്പറിഞ്ഞുള്ള പെണ്ണെ, നിന്റെ ചൊകചൊകപ്പുള്ള മേനി ഇന്നെനിക്ക് സ്വന്തമല്ലേ, നിൻമീൻ പിടക്കണ കണ്ണും തേൻ മധുരമുറണ ചുണ്ടും ഈ നുണക്കുഴിക്കവിളഴകും ഇന്നെനിക്കു മാത്രമല്ലേ, മുത്തുമാല വാങ്ങിച്ചാർത്താം പട്ടുപുടവ കൊണ്ട് മൂടാം, മുത്തുമാല വാങ്ങിച്ചാർത്താം പട്ടുപുടവ കൊണ്ട് മൂടാം, പൊന്നുപോലെ നിന്നെ നോക്കാം പെണ്ണെ, നിനക്കായി ഞാൻ ഇന്നും കൊതിച്ചിരുന്നു.
ഒന്നായി കഴിഞ്ഞിടുവാൻ കൽബിൽ നനച്ചിരുന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇപ്പം ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ട് ഏതാ? ഒന്ന് സുന്ദരി നീ ഒന്ന് ഗസലായി, ആ. പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണ്, കലാലയം, പിന്നെ മുത്തഴകൊത്തൊരു മണിമാലയായി മുത്തേന ഞാൻ നിന്നെയും കാത്തിരിപ്പൂ, പ്രണയത്തിൻ സുന്ദര തീരങ്ങളിൽ എന്നോമൽ റാണിയായി കൂട്ടുവരൂ, ഒന്നിക്കാം ഒരുമിക്കാം ഈ ആരാമത്തിൽ, പിരിക്കാം ആയിരം സ്നേഹത്തിൻ പൂക്കൾ, അങ്ങനൊക്കെ നിറമായി. ഇതൊക്കെ പലരും ആവശ്യപ്പെടുന്ന പാട്ടാണ്. ഞാൻ അപൂർവമായിട്ട് അതൊക്കെ പാടാറുള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേജിൽ പാടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. പ്രണയമേ ഞാൻ കറിയുമ്പോൾ, പിന്നെ വിരഹത്തിൻ വേദന അറിയാൻ, എന്നും നിനക്കായി പാടാം, പിന്നെ അതൊരു റീമേക്കിംഗ്. അതെ, അതും ഭയങ്കര ഒരു ഓൾ ഉണ്ടാക്കിയ ഒരു പാട്ടായിരുന്നു. ഒന്നാമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടേ ഹിന്ദി, തമിഴ്, മലയാളം എല്ലാ പാട്ടുകളും ആസ്വദിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത്. പിന്നെ നീ എന്റേതല്ലേ, അതൊന്ന് പാടാം. അത് ഏതാ ചോദിച്ചത്? പിന്നെ ഇതിൽ തന്നെ ഉള്ളതല്ലേ, നീ എന്റേതല്ലേ, അതൊന്ന് വിസാർപാട് എഴുതിയ നിന്റേതല്ലേ, നീ എന്റേതു മാത്രമല്ലേ. എനിക്ക് എന്നെ പല്ലവിനേക്കാൾ ഇഷ്ടം അനപല്ലവിയാ. എൻ മനസ്സിൽ ഒരുക്കിയ മണി, എൻ കുടിലില്ലേ, എൻ കുടിലിൽ ഒരുക്കിയ മണിയറയിൽ നീ ഒരു നാൾ വരുമോ എൻ സഖിയായി, അങ്ങനെ ആ ഭാഗം ഇഷ്ടം. മറ്റേ നീ എന്റേതല്ലേ ആശിർ വടകര എഴുതി താജുക്ക കമ്പോസ് ചെയ്ത. നീ എന്റേതല്ലേ നിന്റേതല്ലേ, നമ്മളെന്നും ഒന്നല്ലടി, നമുക്കൊരു മനമല്ലയോ പെണ്ണേ, നീ എൻ്റെ സ്വന്തമല്ലയോ. അത് ആശിർ എഴുതി നമ്മളെ താജുക്ക കമ്പോസ് ചെയ്ത് മുത്തു ഹബീബ് മഞ്ചത്തിൽ MG സാർ പാടി, MG ശ്രീകുമാർ. ഓക്കെ. ഇപ്പോൾ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഷാഫി കൊല്ലം എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറ്റിയൊരു പാട്ട് ഏതായിരുന്നു? അത് എനിക്ക് തോന്നുന്നത് പിന്നെ ദിൽഹ ഫാത്തിമ മുതലാണ്. അതിനു മുമ്പ് മുഹമ്മദ് ഷാഫി എന്നുള്ള ഒരു ലാബിളാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പം സജിയേട്ടൻ, മില്ലിയനും സജിയേട്ടനാണ് എൻ്റെ നാടിൻ്റെ പേരും ചേർത്തിട്ടൊരു സംഭവം ചെയ്തത്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഞാൻ ആ കൊല്ലമാണ്. ഇപ്പൊ ഒക്കെ കുറെ പേർക്ക് അറിയാം, എന്നാലും ചിലർ ഇപ്പോഴും അവിടെ ഒരു കൊല്ലമുണ്ടോ എന്നൊക്കെ ചോദിക്കും. കോഴിക്കോട് ഒരു കൊല്ലം ഉണ്ടോ? ഓക്കെ. ഇപ്പം അതേപോലെ തന്നെ ഇപ്പം എന്താ പറയാ, ഈ ആൽബം സോങ്സ് ഇപ്പം ആക്ച്വലി ഇപ്പം അക്സെപ്റ്റൻസ് വരുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ആൽബം മേഖലയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിൽ സുന്ദരമായി ജീവിക്കുന്നു എന്നുള്ളൊരു അഭിമാനാർഹമായ ഒരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടുള്ളത്. ഒതുങ്ങിപ്പോവേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് ഈ ആളുകൾ തരുന്ന പരിഗണന, ഞാനത് നമ്മൾ പുറത്ത് പറയുമ്പോൾ ആളുകൾ എന്ത് തള്ളാന്ന് തോന്നിപ്പോവും. ഏത് മേഖലയിൽ പോയാലും ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ അടുത്ത ജന്മത്തിലും എനിക്ക് ഇങ്ങനൊരു ചെറിയ മേഖലയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് ആൾക്കാരുടെ നടുക്ക് അങ്ങനെ ഒരാളായിട്ട് നിന്നാൽ മതി. നമുക്ക് എയർപോർട്ടിലോ പോലീസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ ഇനിയിപ്പം എവിടെയും, ഇന്നലെ രാത്രി പോലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയെടുത്തുനിന്ന് എങ്ങനെ ശ്രമിച്ചിട്ടും, എൻ്റെ കൂടെ ഉള്ളവർ ശ്രമിച്ചിട്ട് പോലും അവർ പൈസ വാങ്ങിച്ചിട്ടില്ല. അത് അവർ സ്നേഹക്കൂടുതലാണ് ചെയ്യുന്ന, പക്ഷേ കച്ചവടവും സ്നേഹവും തമ്മിൽ യോജിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൈസയൊക്കെ വാങ്ങണം, ഞങ്ങൾക്ക് പിന്നെയും വരാനുള്ള ആഗ്രഹം ഉണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മളിവിടെ അൽസാജ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ടല്ലോ, ആയിക്ക എന്നോട് നല്ല കലാകാരന്മാർ ആര് പോയാലും പൈസ വാങ്ങിക്കില്ല. പുള്ളിയുടെ ഞാൻ പറയുന്നിട്ട് ഞാൻ വരില്ല ഇനി ഇങ്ങോട്ട്, സ്നേഹമാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ പരിഗണനകൾ മുഴുവൻ കിട്ടുന്നത് നമുക്ക് ഈ ആൽബം ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലാണ്. ഇനിയിപ്പോൾ ഞാൻ കുറേ സിനിമകൾ കൂടി ഇനി അഭിനയിക്കാൻ അവസരം കിട്ടിയാലും ഇപ്പം ഇൻഷാല്ലാ 1-2 അവസരങ്ങളുണ്ട്. അപ്പം ചെയ്യാൻ പറ്റി എന്ന് വെച്ചോ, ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചാലും ഞാനെപ്പോഴും ആൽബം പാട്ടുകളുമായിട്ട് ഈ ഭാഗത്തുണ്ടാവും. കാരണം എനിക്ക് അങ്ങനെ നിൽക്കാനും ഈ ഒരു ജീവിതമാണ് എനിക്കിഷ്ടം. ഭയങ്കരമായ നമുക്ക് സ്റ്റാർ വാല്യൂ അല്ല വേണം, ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത്. ഒരു കലാകാരനായിട്ട് ഒരു കലാപ്രതിനിധിയായിട്ട് സഞ്ചരിക്കുക.
നമ്മൾ ഭയങ്കര സ്റ്റാർ വേയിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു നാടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീടിയെ പോകാനോ നല്ല സ്വസ്ഥമായിട്ടൊരു കല്യാണത്തിന് പോകാനോ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ആരും വന്നിട്ട് തിക്കും തള്ളൊന്നും ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല, വളരാൻ ആഗ്രഹമില്ല. ആ കണ്ടാൽ മനസ്സിലായ ഷാഫിക്ക് ഞങ്ങളെന്താ ഇവിടെ, ഞാനിങ്ങനെ ഇവിടെ വന്നാണ്, അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. സുഖമാണോ, പുതിയ വർക്കുണ്ടോ, എന്ത് സുഖമുണ്ട്. അതേ സ്ഥാനത്ത് നമ്മളെക്കാളൊക്കെ വലിയ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പൊറുതി മുട്ടിയിട്ട് അവർ പുറത്തേ ഒന്നും വരാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലിൽ പോലും അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അവിടെ പോയിട്ട് സെൽഫി എടുക്കട്ടെ, മരിച്ച വീട്ടിൽ വരെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന സ്ഥിതി വരുന്നുണ്ട്. അതിലേക്കൊന്നും താല്പര്യമേ ഇല്ല. സ്വസ്ഥം സമാധാനമായിട്ട് ഇവിടെ. ശരി. ഇപ്പോൾ നമ്മുടെ സലീംക്കയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് സലീംക്ക് ഷാഫിക്കായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊരു പാവം കലാകാരനാണ്. ആ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾ നമ്മൾ പരിചയപ്പെട്ടു, ഒരു സിറ്റുവേഷനിൽ പരിചയപ്പെട്ടു, നമ്മൾ പിന്നീട് അത് ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മളൊരു കോണ്ടാക്റ്റും ഇല്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് എന്നെ ഓർമ്മയില്ലേ, ഞാൻ ഇന്ന പരിപാടി സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന നേരം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാനില്ല എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലർക്കും എന്നോട് ദേഷ്യം തോന്നും. പക്ഷെ സലീം ഇനിയിപ്പോൾ പരിചയം ഇല്ലെങ്കിലും ഓർമ്മയുണ്ട് എന്ന് പറയും. അത് പക്ഷേ പിന്നീട് നമുക്ക് പണിയാവെങ്കിലും കൂടെ, പക്ഷെ അവൻ അങ്ങനെയല്ല. അവനങ്ങനെ ഒരാളോട് പിന്നെ അവരെ വേദനിപ്പിക്കണ്ട. എന്നിട്ട് എന്നോട് പറയും, ഷാഫിക്ക് അറിഞ്ഞൂടെങ്കിലും അറിയാന്ന് പറയണം. ഞാൻ പറഞ്ഞു പോടാ, ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് കാരണം ഞാൻ എല്ലാണ്ടായി പോകും. എനിക്ക് അറിയുന്ന ആളുകൾ മുഴുവൻ ഞാൻ അകത്തിങ്ങനെ കൊണ്ടുനടക്കും. അറിയാത്തവരെ അറിയില്ല എന്ന് പറയും. അപ്പോൾ അവരെ ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ ഓർമ്മയുള്ള ആളുകളാണ്, അല്ലെ വല്ല ഫോട്ടോയും കാണിച്ചു തന്നാൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പം ആ കാര്യത്തിൽ സലീം അതുപോലെ ആളുകളോട് ഞാൻ പറയും പോലെ ഒരു കലാപ്രതിനിധികൾക്ക് ആയി നിന്നുകൊണ്ട് പിന്നെ മറ്റുള്ള കലാകാരന്മാർക്ക് എല്ലാവർക്കും വരുന്ന പ്രൊഫഷണലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞാൽ നാളെ സ്ഥാനം നഷ്ടപ്പെട്ടു, അവസരങ്ങളില്ലാണ്ടായി പോകും. ഉദാഹരണത്തിന് സ്വന്തം രാഷ്ട്രീയ നിലപാട് അതൊക്കെ പറയുമ്പോൾ അതൊക്കെ സലീം അടക്കം പലർക്കും പേടിയാണ് പുറത്ത് അത് പറയാൻ വേണ്ടിയിട്ട്. പാവങ്ങളായതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ നാളെ പരിഗണിക്കപ്പെടാതെ പോകുമെന്നുള്ള ഉപജീവനത്തെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് എന്തെങ്കിലും കുറവ് വരും എന്നൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരു സാധാ സീത നല്ല മനുഷ്യന്മാരെ കൂടുതലാണ്. ഞാൻ പണ്ടും ഇന്നും അങ്ങനെയല്ല, നിലപാടുകൾ ഇങ്ങനെ ഓപ്പണായിട്ട് അങ്ങ് പറയും. അതുകൊണ്ട് കുറേ ശത്രുക്കളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഞാൻ അവരോട് ശത്രുത വെക്കുന്നില്ല. അവർക്ക് അങ്ങനെ തോന്നുന്നത് എൻ്റെ തെറ്റല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ തിരിച്ചും അങ്ങോട്ട് അങ്ങനെ കാണണ്ട. അപ്പം ഞാൻ എൻ്റെ നിലപാടുകളെല്ലാം വ്യക്തമായിട്ട്, ഇപ്പം എല്ലാ കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കിയോ ഒരു ബൈറ്റ് എൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈവ് എൻ്റെ ഉണ്ടാവും അതിനുവേണ്ടി സംസാരിക്കാൻ. നമ്മളങ്ങനെയാണ്. സലീമിനെ കൊണ്ട് പറഞ്ഞ് എന്തോന്ന് പറഞ്ഞു വന്നു അതിൻ്റെ ഇടയിൽ. നിങ്ങളുടെ ആ ഒരു സൗഹൃദം ഗംഭീരമാണ്. കാരണം ഞാൻ അവനെ പരിചയപ്പെട്ട കാലം തൊട്ട് അവൻ്റെ ആ കഷ്ടപ്പാടും അവൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നു. ഒരിക്കൽ ഇവൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തൊരു പ്രോഗ്രാം വന്നു. ഞാനും നമ്മളെ മരിച്ചുപോയ പാവം സോമനാഥ് ഒരു ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്ന് ശങ്കർ സാറിൻ്റെ വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു. പാവം അവനൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദി. അപ്പോൾ സലീം ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നു. നാടിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ ചോദിച്ചു, എന്താണ് നാട്ടിൽ നീ ഇങ്ങനെ? ഒന്നുമില്ല അറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ വണ്ടിയാണ്. വണ്ടി അവിടെ കൊണ്ടുവച്ച് ആരോ ചുറ്റിലും വരിഞ്ഞു കളഞ്ഞു, കല്ലോ എന്തോ വെച്ചിട്ട്. എനിക്ക് അങ്ങോട്ട് കലിയേറിയിട്ട് ഞാൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഇങ്ങനൊരു കുഗ്രാമം പോലത്തെ ഒരു നാടിനെ ഞങ്ങളൊക്കെ അറിയുന്നത്, സലീം കോടത്തൂർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ഈ ഒരു കലാകാരൻ, അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോ മോനെ എന്ന് ചോദിക്കാൻ ഇല്ലാതിരുന്ന പലരും ഇപ്പോൾ അവൻ കഷ്ടപ്പെട്ട് അവൻ്റെതായ കഷ്ടപ്പാടുകൊണ്ട് അവൻ അധ്വാനിച്ച് നേടിയ ഒരു വസ്തു നശിപ്പിക്കാൻ. നിനക്കൊക്കെ ആണത്തുണ്ടെന്നുണ്ടെങ്കിൽ, നട്ടലുള്ളവരാണെങ്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ എന്നെ വന്ന് കാണും. എന്നിട്ട് ഞാനാ വരച്ചത് നീ ഒന്ന് പറയും. ഇത് നിങ്ങളെ നാടാണ്, ഈ നാട്ടിൽ നിന്ന് ഞാൻ പറയുന്നു, ബാക്കിൽ വാ, നീയാ വരച്ചത് നീ ഒന്ന് പറ, എന്നിട്ട് നമുക്ക് പ്രതികരണം അന്നേരം കാണാന്ന് പറഞ്ഞാൽ. കാരണം എന്തിനാണ് ആ പാവത്തിനോട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? എന്തിനാണ്? ഒരു നാടിന് മൊത്തം ഞാൻ പറയില്ല, ആ ചെയ്തവൻ്റെ ദോഷമാണ്. പക്ഷേ ഏത് പ്രവൃത്തിയും ഇതുപോലെ പബ്ലിക്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാടിനെ ബാധിക്കുന്നുള്ളത് ഇത്തരം കുരുത്തക്കേട് ഉള്ള ആളുകളെ തിരുത്താത്ത മറ്റ് നല്ല നാട്ടുകാരായ ആളുകൾ തിരുത്താത്തിടത്തോളം അവരത് കേൾക്കേണ്ടി വരും.
ഞാൻ പറയാ അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ഉള്ള കുറച്ച് എണ്ണം പറഞ്ഞ കൂട്ടുകാരുടെ കൂട്ടത്തിൽ, അനുജന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. എൻ്റെ വലിയ ആരാധകനാണെന്ന് എല്ലായിടത്തും പറയുന്ന ആളാണ്. പിന്നെ മോളെ ഹന്നമോളെ കൊണ്ട് നടക്കുന്ന ആ ഒരു പരിചരണവും ആ കരുതലും ഉണ്ടല്ലോ, നല്ലൊരു ഫാമിലി മാനാണ്. അതുപോലെ ചാരിറ്റി, സ്പർശൻ ചാരിറ്റി സംഭവമൊക്കെ ചെയ്ത് ഒരുപാട് നല്ല സംഭവങ്ങൾ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ്. ഒരുപാട് സൗഹൃദങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കാൻ അറിയാം. നല്ലൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. ഓക്കെ. അപ്പം ആ ഒരു സൗഹൃദത്തിനെ കുറിച്ച് ഞങ്ങൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂയുടെ ഇടയിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചെയ്ത ഒരു പാട്ടുണ്ടല്ലോ, സ്നേഹത്തിൻ പാട്ടുകാരാ, അത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്. അത് ഞാൻ ആ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതിലെ ചില പെർട്ടിക്കുലർ ലിറിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അന്ന് അതും ഓക്കെ. അപ്പൊ സലീംക്ക് അത് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാഫിക്കാടെ അടുത്തൊന്നും കൂടി ആ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്നേഹത്തിൻ പാട്ടുകാരാ, സ്വപ്നത്തിൻ കൂട്ടുകാരാ, പാടാമോ ഒരു വട്ടം നീ കാതോരം, പാടാമോ ഒരു വട്ടം നീ കാതോരം, പാടിയ പാട്ടുകൾ മനോഹരം, പാടാപ്പാട്ടുകൾ സുധാമയം, ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും കൂടെ വാ, ഇടനെഞ്ചിൻ കൈകൾ കോർക്കാൻ എന്നും കൂടെ വാ. അതിലൊരു ഇതില്ലേ മറ്റേ പന്തലിനുള്ളിൽ, പന്തലിനുള്ളിൽ അറബന കുട്ടി പാടിയ നേരത്ത്, അതാണ് ഓർമ്മയുണ്ടോ ലിറിക്സ്? ലിറിക്സ് ഓർമ്മയില്ല, സലീംക്ക് അതായിരുന്നു പക്ഷെ എന്നാലും പാടി. അതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് കാണാനും രസാ, വരികളും രസാ. അതില് സജിത ബേട്ടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെയാണ്. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോ 1-2 പടങ്ങൾ നമുക്ക് കിട്ടും എന്നുറപ്പുള്ള 2 വേഷങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരത് എങ്ങനെ എവിടെന്ന് ചോദിക്കേണ്ട, അത്യാവശ്യം നല്ല ബാനറിലുള്ള മൂവി തന്നെയാണ്. പിന്നെ അത് സംഭവിച്ചു കഴിഞ്ഞതിന് സിനിമയാണേ, ഞാനിത് ഇരുന്ന് പറഞ്ഞിട്ട് അവരെങ്ങാനും അവസാന ഘട്ടത്തിൽ വേറൊന്നുമല്ല, എന്തെങ്കിലും ചർച്ചകളിൽ മാറ്റം വന്ന് നമ്മളല്ല വേറൊരാളാകുകയാണെങ്കിൽ എനിക്കും സങ്കടമാണ്, കേൾക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവർക്കും സങ്കടമാവും, പിന്നെ കുറേ ആളുകൾക്ക് സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഭിമാനത്തോടെ അവരുടെ കൂടെ അതിൻ്റെ ഒരു ടോക്ക് ഷോയിൽ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 2 മൂവീസിൻ്റെ അവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സൂഫിയാന കലാംസുള്ള കുറച്ച് പാട്ടുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ കാലമായി പ്രണയഗാനങ്ങൾ വരാത്തതുകൊണ്ട് പരാതി പറയുന്ന ഓഡിയൻസിന് വേണ്ടി അങ്ങനെ ഉണ്ട്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പാട്ടുകളുണ്ട്, ചരിത്ര ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. മലയാളം ആൽബം സോങ്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുക, നമ്മളെ ഡിവോഷണലോ അല്ലെങ്കിൽ ചരിത്രമോ ഒന്നും അല്ലാത്ത പക്ക പ്രണയ പാട്ടുകളുടെ ഒരു സംഭവം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറേ ജനങ്ങൾ സ്വീകരിച്ച കുറേ പാട്ടുകൾ മോനും വേറൊരു നാഫി നന്ദി എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, സൗണ്ട് എഞ്ചിനീയർ കൂടെ, അവരൊരുമിച്ച് പാടിയിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഈ കുട്ടിക്കാലത്ത് കേട്ടത് പാട്ടുകളുടെയൊക്കെ ഒരു ആളെ നേരിട്ട് കാണാനും ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുള്ള നിങ്ങളുടെ വെറൈറ്റി മീഡിയയോടൊപ്പം മസ്താനിയോടൊപ്പം കുറച്ച് നേരം ജനങ്ങളോട് നമ്മളെ മനസ്സ് തുറക്കാൻ പറ്റി. അങ്ങനെ ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ വെറൈറ്റി മീഡിയ നമ്മളെ എന്നെ വിളിച്ച ആളുടെ പേരെന്തായിരുന്നു? റാസിക്കാണോ? നബീലിനോടൊരു പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. പിന്നെ എല്ലാ ഓഡിയൻസിനോടും പിന്നെ ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട്. ഞങ്ങളൊക്കെ വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പം എല്ലാം അടിപൊളിയാവട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.